പ്രൈസ് ലോർഡ്. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം കൂടി നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വിഷയം കർത്താവ് അത്ഭുതമാക്കാൻ പോകുന്നു. ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല, ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷേ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റുമോ? ഞാൻ ആഗ്രഹിച്ചാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് കിട്ടാറില്ല, പിന്നെ ഞാൻ എന്തിനാഗ്രഹിക്കുന്നു? ഇതൊക്കെ എന്നും എൻ്റെ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കും എന്നൊക്കെ കരുതിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ചിലരുടെ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ മീതെ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുക തന്നെ ചെയ്യും. സങ്കീർത്തനം 78 അധ്യായം 29 ഇങ്ങനെ പറയുന്നു: അങ്ങനെ അവർ തിന്നു തൃപ്തരായിത്തീർന്നു, അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. അതെ, നമ്മുടെ ആഗ്രഹത്തെ നിറവേറ്റിത്തരുന്ന ഒരു പിതാവ് കൂടെയുണ്ട്. നിങ്ങൾ എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും അത് ലഭിക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില ആഗ്രഹങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിലൊന്ന് വെച്ച് കർത്താവിനൊന്ന് ആ ആഗ്രഹത്തെ ഒന്ന് നിങ്ങളുടെ മനസ്സൊന്ന് തുറന്ന് കർത്താവിനോട് പറഞ്ഞേ: കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് സാധിച്ചു തരാൻ ഈ ഭൂമിയിൽ ആരുമില്ലപ്പാ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണാൻ പോവാം. എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണോ, സ്കോളർഷിപ്പ് വേണോ, ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ ജോലി വേണം, എന്താ നിങ്ങളുടെ ആഗ്രഹം? ഒന്ന് പിതാവിനോട് പറഞ്ഞേ. ആ ആഗ്രഹത്തെ നിറവേറ്റിത്തരാൻ സർവശക്തനായ കർത്താവ് ഇന്നുമുണ്ട്. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ മീതെ ഈ ദിവസങ്ങളിൽ അസാധാരണമായ അത്ഭുതങ്ങൾ നടക്കാൻ പോകും. പിന്നെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ചില പ്രശ്നങ്ങളുടെ മീതെ പരിഹാരം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലത് കാണാൻ പോവാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല, അയ്യോ, ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമോ, ഈ പ്രശ്നം ആരാലും പരിഹരിക്കപ്പെടത്തില്ല, ഈ പ്രശ്നം ഇങ്ങനെയാണ്, ഇത് ജീവിതത്തിൽ ഒരിക്കലും അത് പരിഹാരമുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മീതെ വലിയൊരു പരിഹാരം കർത്താവ് നടത്താൻ പോകുന്നു. വലിയൊരു പരിഹാരം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നടക്കും. അതേ പ്രിയമുള്ളവരെ, നിങ്ങളെ തളർത്തുന്ന, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന, നിങ്ങളുടെ കണ്ണുനീരിലാഴ്ത്തുന്ന, മുമ്പോട്ട് ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് അത്ഭുതമാക്കാൻ പോവുക. നിങ്ങൾ കർത്താവിനൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അതിനെ അത്ഭുതമാക്കി നിങ്ങളുടെ കരങ്ങളിൽ നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി അപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുക്കി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസത്തിനായി അപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മക്കളെ നിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കുന്നപ്പ. ദൈവമേ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല കർത്താവേ. അപ്പം എങ്കിൽ ഈ മക്കൾ ആഗ്രഹിക്കുന്ന ആഗ്രഹത്തിൻ്റെ മീതെ കർത്താവെ അങ്ങയുടെ കരം ചലിക്കുന്ന വൻ കൃപയ്ക്കായി നന്ദി. കർത്താവെ, ഇന്നീ പകൽക്കാലം അപ്പ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് നേരിടുന്ന കർത്താവെ എത്ര വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണെങ്കിലും അപ്പ അതിൻ്റെ മീതെ അങ്ങ് പോക്കുവഴികളെ ഒരുക്കുന്നതിനായി നന്ദി. ചില പരിഹാരമില്ല എന്നിവർ വിധിച്ചിരിക്കുന്ന ചില പ്രശ്നത്തിൻ്റെ മീതെ ഈ ദിവസങ്ങളിൽ ഇവരെ തേടി സ്വർഗത്തിൻ്റെ പരിഹാരമൊന്ന് സംഭവിക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, നീ ഇവർക്ക് വേണ്ടി അത്ഭുതം അവിടുന്ന് ചെയ്യാൻ പോകുന്നല്ലോ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ആരാലും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ ദിവസങ്ങൾ അവിടെ അത്ഭുതമാക്കി മാറ്റുന്നതിനായി സ്തോത്രമപ്പ. ദൈവമേ, അതുപോലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇന്ന് കർത്താവെ മക്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും കർത്താവെ. അങ്ങറിയാതെ കർത്താവെ
തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിയത്തില്ലപ്പാ. ദൈവമേ, ഈ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് അങ്ങറിയാതൊന്നും ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല കർത്താവേ. അപ്പം യേശുവിൻ നാമത്തിൽ ഈ മക്കളുടെ ജീവിതം അവിടുന്ന് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. മറ്റുള്ളവർ കണ്ട് അസൂഖ്യപ്പെടുമാറ് കർത്താവെ സമ്പത്തിനാൽ അവിടുന്ന് നിറച്ചതിനായി നന്ദി, സമാധാനത്താൽ നിറച്ചതിനായി നന്ദി, നല്ലൊരു കുടുംബജീവിതം നൽകിയതിനായി സ്തോത്രം. മക്കളുടെ വിദ്യാഭ്യാസം ഏറ്റവും ബെസ്റ്റാക്കിയതിനായി നന്ദി, ഏറ്റവും ബെസ്റ്റായ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നൽകിയതിനായി സ്തോത്രം, ഏറ്റവും ബെസ്റ്റ് കമ്പനിയിൽ അവിടുന്ന് ജോലി നൽകിയതിനായി സ്തോത്രം. അപ്പം നല്ല ആരോഗ്യം കൊടുത്തതിനായി നന്ദി. അനുഗ്രഹിക്കുന്ന കർത്താവേ, അങ്ങയുടെ കരം ഈ പകൽക്കാലം മക്കളുടെ കൂടിയിരിക്കണം. അപ്പം ചില അലർജി സംബന്ധമായ അസുഖങ്ങൾ ഇന്ന് കർത്താവ് സൗഖ്യമാക്കുന്നു. ചില ടാബ്ലറ്റുകൾ കഴിച്ചത് നിമിത്തം, ചില ഗുളികകൾ കഴിച്ചത് നിമിത്തം ഉണ്ടായ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആ വ്യക്തിയുടെ മീതെ അങ്ങയുടെ കരമൊടന്ന് തൊട്ടതിനായി നന്ദി. ഇന്ന് ആ ചില ടാബ്ലറ്റ് കഴിച്ചത് നിമിത്തം വന്ന അലർജി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. അങ്ങയുടെ കരമോടുന്ന് തൊട്ടതിനായി നന്ദി, അത്ഭുത വിടുതൽ നൽകിയതിനായി സ്തോത്രം. അപ്പം ഈ മക്കളെ ഇവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥന. കുടുംബജീവിതം അനുഗ്രഹമായി മാറട്ടെ, മക്കളുടെ ഭാവി അനുഗ്രഹമായി മാറട്ടെ, മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമായി മാറട്ടെ, ജോലി അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ പിതാവേ. അനുഗ്രഹിക്കുന്നു നിന്നെ സർവ്വ നന്മകളാൽ ഇവിടുന്ന് അനുഗ്രഹിക്കണം അപ്പ. മക്കളെ ഓരോരുത്തരും നിൻ്റെ തങ്കച്ചിറകൻ മറവിലപ്പ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളോട് നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. അതും അല്ലാതെ ഞങ്ങളെ നേരിട്ട് വിളിച്ച് അറിയിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്താലോ നമ്മളെ ലഭിക്കുന്നതായിരിക്കും. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ളവർ വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റായി അറിയിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.